ബാസ്ക്കറ്റ് എന്ന് പറയും, പോളൻ ബാസ്ക്കറ്റ്. അതിൻ്റെ അകത്താണ് പൂമ്പടി ശേഖരിച്ചു കൊണ്ടുവന്നത്. തേൻപൂச்சி போய் அந்த மருந்து எடுத்து அங்கே போய் பேக் பண்ணி வச்சு திருப்பி கூட்டிட்டு எடுத்துட்டு போவாங்க. அதுக்காக அந்த காலில் அவங்க ரைட் சைடில் பார்த்தீங்களா மெழுகு இப்போ அது உள்ள இருக்கும்போது ஒரு மாதிரி எப்படி அது கெட்டியாகும்? മെഴുക് പുറത്തു വരുമ്പോൾ തന്നെ കട്ടിയാവും. വായുമായിട്ട് അടിക്കുമ്പോൾ എയറിലെ ഓക്സിജൻ. அந்த மெழுகு இது ரெண்டு அந்த வயசுல இருந்து ரெண்டு பாகத்துல இருந்து தான் மெழுகு வருது. அது வரும்போது காத்தோட கான்டாக்ட் ஆகும்போது அப்பதான் அப்படி கெட்டியா ஆயிடுன்னு சொல்லுவாங்க. ஆண் தேனி கொட்டாது, அதுக்கு விஷம் இல்லை அப்படின்னு சொன்னீங்க. இப்ப ராணி தேனி കൊട്ടുമോ? റാണി തേനീച്ച കൊത്താറില്ല. ഹെഡിന്റെ ഭാഗത്ത് ഓസിനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു 3 കണ്ണുകൾ, അതിന്റെ ധർമ്മം എന്താണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പൊ പരിണാമപരമായി എവല്യൂഷൻ നോക്കുമ്പോൾ പരിണാമപരമായി മുതിർന്ന വലിയ ജീവികൾക്ക് എന്ന് വെച്ചാൽ മനുഷ്യന്, മത്സ്യങ്ങള് അല്ലെങ്കിൽ ജീവികൾക്ക് മാത്രമേ ഒറ്റക്കണ്ണുള്ളൂ. അത് താഴോട്ട് പോകുന്നതോറും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കണ്ണുകൾ വെച്ചിട്ട് കാണുന്ന രീതിയാണുള്ളത്. കോമ്പൗണ്ട് ഐസ് ആണ്. അപ്പൊ കോമ്പൗണ്ട് ഐസിൽ നിന്ന് ഒറ്റക്കണ്ണിലേക്കുള്ള പരിണാമത്തിന്റെ ഒരു സൂചനയായിട്ട് നമ്മൾ കാണുന്നതാണ്